കാലം തകർക്കാത്ത ചരിത്ര സത്യങ്ങളിലേക്ക്, ശാസ്ത്രം ഇന്നും ഉത്തരം തിരയുന്ന നിഗൂഢതകളിലേക്ക് ദ മിസ്റ്ററി ഫയൽസിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. 4000-ലധികം വർഷങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ നിഴൽ പോലും ഇല്ലാതിരുന്ന ഒരു ഭൂതകാലത്ത് കത്തുന്ന മരുഭൂമിക്ക് നടുവിൽ പടുത്തുയർത്തിയ ഭീമാകാരമായ കൽക്കോട്ടകൾ. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഇന്നും തകരാതെ നിലനിൽക്കുന്ന ഏക മഹാത്ഭുതം. അതെ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈജിപ്തിലെ പിരമിഡുകളെക്കുറിച്ചാണ്. വെറുമൊരു ശവകുടീരം മാത്രമാണോ ഇത്? അതോ മനുഷ്യർക്ക് ഇന്നുവരെ മനസ്സിലാക്കാൻ കഴിയാത്ത മറ്റു ചില രഹസ്യങ്ങൾ ഈ കല്ലുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? ആ സമ്പൂർണ്ണ ചരിത്രം നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. 4000-ലധികം വർഷത്തെ കൊടുങ്കാറ്റുകളെയും കടുത്ത ഭൂകമ്പങ്ങളെയും മനുഷ്യനിർമ്മിതമായ അധിനിവേശങ്ങളെയും അതിജീവിച്ച് മരുഭൂമിയിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്ന ഭീമാകാരമായ നിർമ്മിതികൾ. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് ഈജിപ്തിലെ പിരമിഡുകൾ. നമ്മളിൽ പലരും വിചാരിക്കുന്നത് ഈജിപ്തിലാകെ 3 പിരമിഡുകൾ മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നാൽ അതല്ല സത്യം. ചരിത്രത്തിന്റെ താളുകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ വിസ്മയിപ്പിക്കുന്ന പലതരം പിരമിഡുകളും അവയ്ക്ക് പിന്നിലെ ചോരയും കണ്ണീരും നിറഞ്ഞ കഥകളും നമുക്ക് കാണാം. എങ്ങനെയാണ് ക്രെയിനുകളോ ആധുനിക യന്ത്രങ്ങളോ ഇല്ലാത്ത ഒരു കാലത്ത് മനുഷ്യർ ഇത്രയും വലിയ കരിങ്കല്ലുകൾ അത്രയും ഉയരത്തിലെത്തിച്ചത്? പിരമിഡുകളുടെ പിന്നിലെ യഥാർത്ഥ ശാസ്ത്രം എന്താണ്? ആദ്യം തന്നെ എന്താണ് ഒരു പിരമിഡ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. പുരാതന ഈജിപ്തുകാർക്ക് മരണാനന്തര ജീവിതത്തിൽ കടുത്ത വിശ്വാസമുണ്ടായിരുന്നു. ഈ ഭൂമിയിലെ ജീവിതം അവസാനിച്ചാലും മറ്റൊരു ലോകത്ത് മനുഷ്യർ വീണ്ടും ജീവിക്കുമെന്നായിരുന്നു അവരുടെ സങ്കല്പം. പ്രത്യേകിച്ച് അവരുടെ രാജാക്കന്മാർ അഥവാ ഫറോവമാർ. അവർ മരണശേഷവും ദൈവങ്ങളെപ്പോലെ ജീവിക്കുമെന്നും അടുത്ത ലോകത്തേക്ക് അവർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യണമെങ്കിൽ അവരുടെ ശരീരവും സമ്പത്തും സംരക്ഷിക്കണമെന്നും അവർ വിശ്വസിച്ചു. ഇതിനായി അവർ രാജാക്കന്മാരുടെ മൃതദേഹങ്ങൾ പ്രത്യേക മരുന്നുകളും തുണികളും ഉപയോഗിച്ച് മമ്മികളാക്കി മാറ്റി. ഈ മമ്മികളും അവരോടൊപ്പമുള്ള ടൺ കണക്കിന് സ്വർണവും വജ്രങ്ങളും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആയുധങ്ങളും വരെ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള അതിശക്തമായ കൽക്കോട്ടകളായാണ് പിരമിഡുകൾ നിർമ്മിക്കപ്പെട്ടത്. ചുരുക്കത്തിൽ അവ രാജാക്കന്മാരുടെ പവിത്രമായ ശവകുടീരങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന കൃത്യമായ ത്രികോണ ആകൃതിയിലേക്ക് പിരമിഡുകൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് എത്തിയതല്ല. അതിനൊരു വലിയ പരിണാമ ചരിത്രമുണ്ട്. പ്രധാനമായും 4 ഘട്ടങ്ങളിലൂടെയാണ് പിരമിഡുകളുടെ നിർമ്മാണം വികസിച്ചത്. ഒന്നാമത്തെ ഘട്ടം മസ്തബ എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ ഈജിപ്തുകാർ മൺതിട്ടകൾ കൊണ്ടുള്ള ചതുരാകൃതിയിലുള്ള ചെറിയ കല്ലറകളാണ് നിർമ്മിച്ചിരുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിൽ ഇത് സ്റ്റെപ്പ് പിരമിഡായി മാറി. പിന്നീട് വന്ന സോസർ എന്ന രാജാവിനായി അദ്ദേഹത്തിന്റെ പ്രശസ്തനായ ശില്പി ഇംഹോട്ടപ്പ് ഒരു പുതിയ പരീക്ഷണം നടത്തി. ഒന്നിലധികം മസ്തബുകൾ ഒന്നിനു മുകളിൽ ഒന്നായി വലിപ്പം കുറച്ച് അടുക്കി വെച്ച് അദ്ദേഹം ലോകത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് പിരമിഡ് നിർമ്മിച്ചു. ഇത് സക്കാറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ ഘട്ടമാണ് ബെൻഡ് പിരമിഡ്. ദാഷൂർ എന്ന സ്ഥലത്ത് നിർമ്മിച്ച ഇതിന്റെ പകുതി ഭാഗം പണിതുയർത്തിയപ്പോൾ ഘടനയ്ക്ക് ചില തകരാറുകൾ കണ്ടു. അതുകൊണ്ട് മുകൾ ഭാഗം എത്തിയപ്പോൾ ചരിവ് കുറയ്ക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇതിന് വളഞ്ഞ പിരമിഡ് അഥവാ ബെൻഡ് പിരമിഡ് എന്ന് പറയുന്നത്. ഈ പരീക്ഷണങ്ങൾക്കും പരാജയങ്ങൾക്കും ശേഷമാണ് ചരിഞ്ഞ വശങ്ങളുള്ള മിനുസമാർന്ന നമ്മൾ ഇന്ന് കാണുന്ന 4ാമത്തെ ഘട്ടമായ യഥാർത്ഥ പിരമിഡ് ഘടനയിലേക്ക് ഈജിപ്തുകാർ എത്തിച്ചേർന്നത്. ഈജിപ്തിൽ ആകെ 118-ലധികം പിരമിഡുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ലോകത്തെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് ഖുഫു രാജാവ് നിർമ്മിച്ച ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ് തന്നെയാണ്. ഏകദേശം 23 ലക്ഷം കൂറ്റൻ കരിങ്കല്ലുകളും ചുണ്ണാമ്പുകല്ലുകളും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ പല കല്ലുകൾക്കും 2 ടൺ മുതൽ 50 ടൺ വരെ ഭാരമുണ്ട്. പതിറ്റാണ്ടുകളായി സിനിമകളിലും കഥകളിലും നമ്മൾ കണ്ടതും കേട്ടതും അടിമകളെ ചാട്ടവാറിനടിച്ച് ക്രൂരമായി പണിയെടുപ്പിച്ചാണ് ഇത് ഉണ്ടാക്കിയത് എന്നാണ്. എന്നാൽ പുതിയ പുരാവസ്തു ഗവേഷകർ ആ ധാരണ പൂർണ്ണമായി തിരുത്തിയിരിക്കുന്നു. ശമ്പളം പറ്റിയിരുന്ന, മികച്ച രീതിയിൽ താമസം ലഭിച്ചിരുന്ന, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധരായ തൊഴിലാളികളാണ് ഇത് നിർമ്മിച്ചത്. മണലിൽ വെള്ളമൊഴിച്ച് വഴുക്കലുള്ളതാക്കി വലിയ തടിപ്പലകകളിൽ ഈ കല്ലുകൾ വലിച്ചു കയറ്റുന്ന താൽക്കാലിക റാമ്പുകൾ വഴിയാണ് ഇത്രയും ഭാരമുള്ള കല്ലുകൾ അവർ മുകളിലേക്ക് എത്തിച്ചത് എന്ന് ശാസ്ത്രം ഇന്ന് അനുമാനിക്കുന്നു. പിരമിഡുകളുടെ ഏറ്റവും വലിയ മിസ്റ്ററി അതിൻ്റെ നിർമ്മാണത്തിലെ കൃത്യതയാണ്. യാതൊരുവിധ ആധുനിക സാങ്കേതിക വിദ്യയോ കോമ്പസോ ഇല്ലാതിരുന്ന ആ കാലത്ത് ഗ്രേറ്റ് പിരമിഡിൻ്റെ 4 വശങ്ങളും ഭൂമിയുടെ കൃത്യമായ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ദിശകളിലേക്കാണ് ദർശനം നടത്തുന്നത്. നേരിയ ഒരു ഡിഗ്രിയുടെ വ്യത്യാസം പോലുമില്ലാതെ ഇത് എങ്ങനെ അവർ സാധിച്ചെടുത്തു എന്നത് ഇന്നും ഗവേഷകരെ കുഴക്കുന്ന ചോദ്യമാണ്. അതുപോലെ തന്നെ വിസ്മയിപ്പിക്കുന്നതാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ്.
ഗിസയിലെ പ്രധാനപ്പെട്ട 3 പിരമിഡുകളുടെ സ്ഥാനം ആകാശത്തിലെ ഓറിയോൺ ബെൽറ്റ് എന്ന നക്ഷത്ര സമൂഹത്തിലെ 3 പ്രധാന നക്ഷത്രങ്ങൾക്ക് കൃത്യമായി നേരെ താഴെ വരുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പുരാതന ഈജിപ്തുകാർക്ക് ജ്യോതിശാസ്ത്രത്തിലും ഗണിതത്തിലും എത്രമാത്രം അമാനുഷികമായ അറിവുണ്ടായിരുന്നു എന്ന് ഇത് തെളിയിക്കുന്നു. ഇനി നമുക്ക് ഈ കൽക്കോട്ടകളുടെ ഉള്ളിലേക്ക് കടക്കാം. പിരമിഡിന് പുറത്ത് മരുഭൂമിയിൽ കടുത്ത ചൂടാണെങ്കിലും അതിൻ്റെ ഉള്ളിലെ താപനില എപ്പോഴും കൃത്യം 20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇതിനുള്ളിൽ പ്രധാനമായും രാജാവിൻ്റെ അറ, രാജ്ഞിയുടെ അറ, വലിയൊരു ഗാലറി എന്നിവയുണ്ട്. എന്നാൽ അടുത്ത കാലത്ത് കോസ്മിക് റേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ നടത്തിയ ആധുനിക പരിശോധനയിൽ പിരമിഡിനുള്ളിൽ മനുഷ്യർ ഇന്നുവരെ പ്രവേശിച്ചിട്ടില്ലാത്ത ഒരു വലിയ രഹസ്യ അറ കൂടിയുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനുള്ളിൽ എന്താണെന്ന് ഇന്നും ലോകത്തിന് മുൻപിൽ ഒരു നിഗൂഢതയായി തുടരുന്നു. അത് തുറക്കാൻ ശാസ്ത്രജ്ഞർ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഈ വിസ്മയം നേരിട്ട് കാണാൻ ഈജിപ്തിലേക്ക് ഒഴുകിയെത്തുന്നത്. നിങ്ങൾ അങ്ങോട്ടൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന ചില കാഴ്ചകളും യാഥാർത്ഥ്യങ്ങളും നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഒരു സഞ്ചാരിക്ക് പിരമിഡിൻ്റെ പുറംകാഴ്ചകൾ മാത്രമല്ല, അതിൻ്റെ ഉള്ളിലെ ഇടുങ്ങിയ തുരങ്കത്തിലൂടെ രാജാവിൻ്റെ അറയിലേക്ക് നേരിട്ട് നടന്നു പോകാനുള്ള അപൂർവ അവസരവും ലഭിക്കും. പക്ഷേ കനത്ത ചൂടും വായുസഞ്ചാരം കുറഞ്ഞ ഇടുങ്ങിയ വഴികളും ഉള്ളതിനാൽ ശ്വാസതടസ്സമുള്ളവർ ഉള്ളിലേക്ക് കയറുന്നത് ഒഴിവാക്കാറാണ് പതിവ്. പിരമിഡിന് തൊട്ടു മുന്നിൽ കാവൽ നിൽക്കുന്ന സിംഹത്തിൻ്റെ ശരീരവും മനുഷ്യൻ്റെ തലയുമുള്ള ഭീമാകാരമായ സ്ഫിങ്സ് പ്രതിമയും സഞ്ചാരികളുടെ പ്രധാന ആകർഷണമാണ്. രാത്രികാലങ്ങളിൽ പിരമിഡിൻ്റെ ചരിത്രം വിവരിക്കുന്ന മനോഹരമായ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഇവിടെ നടക്കാറുണ്ട്. അത് കണ്ടു തന്നെ അനുഭവിക്കേണ്ട ഒന്നാണ്. ഒപ്പം മരുഭൂമിയിലൂടെയുള്ള ഒട്ടക സവാരിയും പിരമിഡിൻ്റെ പശ്ചാത്തലത്തിലുള്ള ചിത്രങ്ങളും ഏതൊരു യാത്രികൻ്റെയും സ്വപ്നമാണ്. അന്യഗ്രഹ ജീവികൾ വന്ന് നിർമ്മിച്ചതാണെന്നും അതല്ല ഇതിന് പിന്നിൽ പ്രകൃത്യാതീത ശക്തികൾ ഉണ്ടെന്നുമൊക്കെയുള്ള ഒരുപാട് മിത്തുകളും കഥകളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ശാസ്ത്രം എത്ര തന്നെ പുരോഗമിച്ചാലും പൂർണ്ണമായി ചുരുളഴിക്കാൻ കഴിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഈ മണൽത്തരികൾക്കുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാലത്തെ പോലും തോൽപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഈജിപ്ഷ്യൻ വിസ്മയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ നിഗൂഢതകളും ചരിത്രങ്ങളും അറിയാൻ ഞങ്ങളുടെ ദി മിസ്റ്ററി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അത്ഭുത ലോകത്തെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്